പ്രൊഫസർ ഡൊമിനിക് പഴമ്പശ്ശേരി. സംഗീതം സന്തോഷ് തകഴി, മനോജ് ആർ ചന്ദ്രൻ. ആലാപനം ബോബി മാലയിക്കൽ, അരുൺ കണാവള്ളി, ജോജോ എതിരേറ്റ്, ലിജി എതിരേറ്റ്. ശബ്ദ സാന്നിധ്യം, ശബ്ദ നിയന്ത്രണം അരുൺ കണാവള്ളി. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ജയറാം ഈണം ഡിജിറ്റൽ കാവുങ്കൽ. പ്രകാശ നിയന്ത്രണം സന്തോഷ് പള്ളിത്തോട്, കിരൺ സൗണ്ട് പള്ളിപ്പുറം. സെറ്റ് ആൻഡ് പ്രോപ്പർട്ടി മോൻസിക്കുട്ടി, ജിമ്മി കല്ലൂരം, ചാക്കോച്ചൻ വരാപ്പുഴ. ചമയം ബെനോ ആയില്യ. കഥാപാത്രത്തിന് ജീവൻ നൽകുന്നവർ ജോസ് ചമ്പക്കുളം, ബിനോച്ചൻ പുതിയമഠം, മോനിച്ചൻ കലാവേദി, ജോസ്മോൻ തോട്ടക്കാട്, റോബിൻ പടൂർ, തോമസ് കുട്ടി കിഴക്കം വിൽത്തറ, സാജൻ വലിയകള, ലിജി എതിരേറ്റ്, ലെന തോട്ടുകടവിൽ, മാസ്റ്റർ കെവിൻ ചക്കാത്ര. നിർമ്മാണ നിർവഹണം ബിസിലിക്ക കലാവേദി, കല്ലൂർക്കാട്, ചമ്പക്കുളം. പ്രകാശവിതാനം നാടക സംവിധാനം മനോജ് ആർ ചന്ദ്രൻ. നാടകം ആരംഭിക്കുന്നു. കാലം പറഞ്ഞ കഥ വെന്തിഞ്ഞ. നാടകം കാലം പറഞ്ഞ കഥ വെന്തിഞ്ഞ. ഈ നിമിഷം മുതൽ ഇനി ലെഫ്റ്റനന്റ് കാർത്തികേയൻ സർവീസിലില്ല. ഇനി നാട്ടിലേക്ക്. രാജ്യത്തിന് വേണ്ടി എത്ര കൊലപാതകങ്ങൾ, എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഉത്തരം ഒന്നേ ഉള്ളൂ: ഒരു ചാൻ വയറു നിറയ്ക്കാൻ. 25 വർഷങ്ങൾക്ക് മുമ്പ് കൊലപാതകം ചെയ്യാനുള്ള ലൈസൻസും എടുത്ത് മിലിറ്ററിയിൽ ജോലിക്ക് കയറുമ്പോൾ കുട്ടനാട്ടുകാരനെ കാത്തു എന്ന കാർത്തികേയന്റെ മനസ്സിൽ സ്വന്തം നാട് മധുരിക്കുന്ന ഓർമ്മകളായി എപ്പോഴും മനസ്സിൽ വന്ന് നിറയുമായിരുന്നു. വീട്ടിലെത്തിച്ചേരാൻ കൊതിയാകുക. അമ്മ, എന്റെ ഗ്രാമം, ചെറുപ്പം ചെലവിട്ട കുട്ടനാട്ടിലെ പച്ചപിരിച്ച നെൽപ്പാടങ്ങൾ, ഓടി നടന്ന പാടവരമ്പുകൾ, താളമിട്ട് നീങ്ങുന്ന സ്ത്രീ തൊഴിലാളികൾ, അതിൽ എന്റെ അമ്മ. എന്ത് കറി വെക്കുന്ന കാര്യമാണ് നീ പറയുന്നത്? നല്ല മുഴുത്ത വരാനുള്ള കിട്ടി തമ്പ്ര. ആഹാ, എടാ, കറി വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരിക്കുന്നതാ. ഒരിച്ച് കൊച്ചിനും കൊടുക്കും. ഒരിച്ച മീൻ എനിക്കിഷ്ട.
എടി എല്ലാം അവൻ അങ്ങോട്ട് പൊറിച്ച് കൊടുക്കടി. താഴെ പോയി ചാടിപ്പോയി വരാനും. കളഞ്ഞ് നശിപ്പിച്ച് കൊച്ചി ഇനി എല്ലാം കൊടുക്കാം. ഈ വഴിത്താരയിൽ നീ പോയ വഴികളിൽ പൂർവകാലത്തിന്റെ നിഴൽ പാടുകയുള്ളൂ. ഈ വഴിത്താരയിൽ നീ പോയ വഴികളിൽ പൂർവകാലത്തിന്റെ നിഴൽ പാടുകയുള്ളൂ. സ്മരണയിൽ നിറയുന്ന വദനത്തിലൊക്കെയും സംതൃപ്ത മന്ദാരപ്പൂക്കൾ നീ കാണുന്നു. ഇതു തന്നെ ധർമ്മം, ഇതു തന്നെ സ്വർഗം, ഇതു തന്നെ ധർമ്മം, ഇതു തന്നെ സ്വർഗം. ഭൂമിയിൽ സ്വർഗം വിരിയിച്ച കർമ്മം, ഭൂമിയിൽ സ്വർഗം വിരിയിച്ച കർമ്മം, ഭൂമിയിൽ സ്വർഗം വിരിയിച്ച കർമ്മം. പറഞ്ഞോരെ, ഈ വടക്കേ വല്യാനപ്പുറത്ത് വർക്കിച്ചാന്റെ വീട് അറിയില്ല. ഇല്ല, എനിക്ക് വഴി തെറ്റിയിട്ടൊന്നുമില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. ഇല്ല, തെറ്റിയിട്ടില്ല. അയാൾ ചത്തുപോയി. എന്താ? കഷ്ടം. ഒരു ജന്മിയായിരുന്നു, നല്ലൊരു ജന്മി, മനുഷ്യസ്നേഹി, ഉദാരമതി. ആര് പറഞ്ഞു നിന്നോട് ഈ നുണക്കഥകൾ? നുണക്കഥകളോ? ഞാൻ അനുഭവിച്ചതല്ലേ. നീ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാണ്? നിന്നെ ഈ കള്ളമൊക്കെ ആരാ പഠിപ്പിച്ചത്? ഞാൻ കാർത്തികേയൻ, വിളമ്പുറത്ത് കോരന്റെ ചെറുമകൻ, കുഞ്ഞിന്റെ മകൻ കാർത്തികേയൻ, ലഫ്റ്റനന്റ് കേണൽ കാർത്തികേയൻ. എന്റെ നടത്തിപ്പുകാരൻ ഓരന്റെ ചെറുമകൻ, എന്റെ കുഞ്ഞിന്റെ മകൻ കാത്തു. തമ്പ്രാ, നീ ആ വിളി ഇനിയും മറന്നില്ലേ? ഇവിടെ ഇപ്പോ എല്ലാവരെയും വിളിക്കുന്നത് പുതിയ പേരുകളിലാണ്. നീ വിളിച്ച പേരിന് വല്ലാത്തൊരു ഐക്യമുണ്ട്. കാത്തു, ഒരു കാലത്ത് ഈ വീടിന്റെ തിണ്ണയിലിരുന്ന് സമൃദ്ധിയോടെ ഭക്ഷണം കഴിച്ചിരുന്നവർ ഇന്ന് അവർക്കെന്നെ പുച്ഛമാണ്. കാർത്തികേയ, ജന്മിമാരിൽ മനുഷ്യനുമില്ലേടും. എന്റേതെന്ന് പറയുന്നതെല്ലാം പോയിടും. എല്ലാം പോയി. എന്റെ കൃഷിയിടങ്ങളൊക്കെ ആരൊക്കെയോ കൊണ്ടുപോയി. ആരാടൂ ഇനി ഇതൊക്കെ നോക്കി നടത്താൻ? ആര് തിരക്കാനാടൂ? എടോ, വർക്കിച്ചൻ എന്നൊരു ഹാസ്യ കഥാപാത്രം. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. അവരാണെങ്കിൽ അങ്ങ് വിദേശത്ത് ഭർത്താക്കന്മാരുമൊത്ത് ജീവിക്കുക. പിന്നെ ഇവിടെയുള്ളത് ഞാനും എന്റെ ഭാര്യയും 2-3 മിണ്ടാപ്രാണികളും. ഒരർത്ഥത്തിൽ മിണ്ടാപ്രാണികളോട് മിണ്ടി ജീവിക്കുന്നതാ നല്ലത്, അല്ലേടും? എല്ലാറ്റിനും ഒരു കാലമുണ്ട് തമ്പ്ര. വിതയ്ക്കായാലും നെല്ല് കൊയ്യാനായാലും 2 കാലം. എനിക്ക് നീ പറയട കാത്തു. തമ്പ്രാട്ടിയെ തമ്പ്ര എങ്ങനെ ചിരിക്കാതിരിക്കും? ഒരു ദശകത്തിലേറെയായി അവളെ ഒരാൾ തമ്പുരാട്ടി എന്ന് വിളിച്ചിട്ട്. നിനക്കറിയോ കാത്തു, തമ്പുരാൻ എന്ന വാക്കിന് നാഥനെന്ന് ഒരർത്ഥം. അതെന്തുവാകട്ടെ. കൊച്ചുറേശേ, എടോ കൊച്ചുറേശേ, ഓ, എന്നാ? എടോ താൻ ഇങ്ങോട്ടൊന്ന് വന്നേടൂ. എന്നെ അച്ചായ വിളിച്ചു പോകുന്നേ? എന്റെ പേര് വിളിച്ചു പഠിക്കുവാണോ? ഏയ് വേണ്ട, അതാരെങ്കിലും കണ്ട വിഷയമാടും. ഞാനും ഈ സാധുവും ഈ വയസ്സാം കാലത്ത് കോടതി കയറണോടൂ. ആരാ ഇത്? തനിക്ക് ഇയാളെ മനസ്സിലായോ? ഇല്ല, ശരിക്കും അങ്ങോട്ട് പിടികിട്ടണില്ല. ഒന്ന് ഓർത്തു നോക്കടൂ. ഇല്ലെന്നേ, പ്രായമായില്ലേ, അങ്ങ് ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ടാവും.
മാറി വീട്ടിലേക്ക് ഓടാൻ ശ്രമിച്ച് നിന്നെ ഞാനല്ലേടാ പിടിച്ചു നിർത്തിയത്. അപ്പോൾ എല്ലാ ഓർമ്മകളും പ്രായമായാലും അങ്ങ് വിട്ടുപോകില്ല അല്ലേടൂ? എന്നെ മനസ്സിലായല്ലോ, അത് തന്നെ എന്റെ മഹാഭാഗ്യം. കാത്തു, നീ എപ്പോഴാടാ വന്നേ? നീ അല്ലാണ്ട് ദൂരെ എവിടെയോ ജോലിക്ക് പോയിരുന്നു എന്നാ ഞാൻ കേട്ടെ. അതേ തമ്പ്രാട്ടി, ഞാൻ പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റനന്റ് കേണലായി റിട്ടയർ ചെയ്തു. നന്നായി. നീ ചെറുപ്പത്തിലെ തന്നെ നല്ല മിടുക്കനായിരുന്നു. കുറച്ച് കുറുമ്പം കൂടുതലുണ്ടായിരുന്നു. ആ കാത്തു, നീ ഇന്ന് തന്നെ മടക്കമുണ്ടോ? എന്തായാലും ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. കാലം അതിന്റെ വികൃതികൾ കാട്ടുന്നു. എന്നിരുന്നാലും ഇത് സ്വപ്നങ്ങളെ പോലും തോൽപ്പിക്കുന്ന സ്വപ്നങ്ങളാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരു നല്ല പൂർവ്വകാലത്തിന്റെ ചൈതന്യം അനുകരണീയമായ ജീവിതത്തിന്റെ മഴവെളുത്തുണ്ടുകൾ സമ്മാനിക്കുമ്പോൾ എന്റെ മനസ്സ് എന്നോട് പറയാറുണ്ട്, എല്ലാ ജന്മികളും വർഗശത്രുക്കളായിരുന്നില്ല എന്ന്. പക്ഷേ എന്റെ തമ്പുരാനും ആ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിപ്പോയല്ലോ. കർമ്മഫലം അല്ലാതെ എന്ത് പറയാൻ? പണിക്കാരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ചൈതന്യം കെട്ട വീട്ടിൽ ആരാടും വേലയ്ക്ക് വരുന്നത്? ആര് ജോലിക്ക് വരാനാടും? അങ്ങ് ചെയ്തതല്ല യഥാർത്ഥ കർമ്മമെങ്കിൽ പിന്നെ ഏതാണ് സൽക്കർമ്മം? ഓർമ്മകളിൽ പൂത്തു നിൽക്കുന്ന ആ നല്ല കാലം ഞാനൊന്ന് ഓർത്തെടുത്തോട്ടെ നമ്പ്ര. ഒരു ദൈവത്താനുണ്ടേ, തെക്കുതൊക്കെ തെക്കേലൊരു ചെമ്മന്താനുണ്ടേ. തിന്താരേ തിന്താതക തിന്തൈത്താരാ, തിന്താരേ ഓ ഓ അമ്പ്രാ, നീ വന്നേടാ. ഓ തമ്പ്ര, കേടാ കുഞ്ഞ, എന്നെ തമ്പ്ര എന്നല്ലാതെ നിനക്ക് വേറൊന്നും വിളിക്കാനില്ല. അയ്യോ അയ്യോ തമ്പ്ര, പിന്നെ ഈ തമ്പ്ര അല്ല കള. ഇവത്തിന് പിന്നെ അങ്ങൊന്നിനെ എന്തോന്നാ വിളിക്കേണ്ടത്? എടോ കാര്യസ്ഥ, ഓ എടോ ശങ്കരപ്പിള്ളേ, ഓ എന്നെ താനെന്താ വിളിക്കുന്നത്? അത് അങ്ങുന്നു മതി. കുഞ്ഞനും അങ്ങനെ തന്നെ എന്നെ വിളിച്ചാ മതി. എന്താ പോരെ? അല്ലേ, അതെങ്ങനെ ശരിയാകും? കാര്യസ്ഥനും ഇവറ്റകളും ഒരേപോലെ വിളിക്കുന്നത് ആലകള. കാര്യസ്ഥന് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. എനിക്ക് കുഞ്ഞിനോട് ചില സംസാരിക്കാനുണ്ട്. എന്താ? അതെ, ഞാൻ കുഞ്ഞിനോട് പറഞ്ഞോളാം. ഓ ആ കുഞ്ഞു, ഓ നീ ഒന്ന് നിവർന്നിരിക്കടാ, നിന്റെ നടു വളയും. നീ നേരെ നിന്നേ. അത് കുഴപ്പമില്ല കുഞ്ഞാ, ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിനക്ക് ചിരിത ഇഷ്ടമാണല്ലേ? അങ്ങനെയൊന്നും ഇല്ല തമ്പുരാ. എടാ, ചിരിതയ്ക്ക് എങ്ങനെയാടാ? നിന്നോട് ഇഷ്ടമാണോ? ഇഷ്ടമാ തമ്പുരാ, ഇഷ്ടമാ. ആ കുഞ്ഞാ, നീ ചിരിത എനിക്ക് വിളിച്ചേ. ചിരിതേ ചിരിതേ വാടി, തമ്പുരാ വിളിക്കണടി. ചിരിതേ, നിന്റെ ആ പാട്ടുണ്ടല്ലോ, മനോഹരമായിരിക്കുന്നു. നീ ഒന്ന് പാടിക്കേ. എന്താ അത് വേണം? ഒന്ന് പാടി ചിരിതേ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ. പാടി ചിരിതേ. നമ്മുടെ തമ്പുരാ പറഞ്ഞിട്ടല്ലേ പാടി ചിരിതേ, പാടു. നിന്റെ കൈയും എന്റെ കൈയും താളത്തിൽ ഞാറുമാടുമ്പോൾ നീ മിടിച്ചൊല്ലാൻ നീയൻ ചങ്കിരുള്ളിക്കേറിയിലെ പെണ്ണെ. തമ്പ്രാൻ വരമ്പത്ത് കുഞ്ഞാ താളമിട്ട് നിൽക്കണ കണ്ട. വേണ്ട വേണ്ട കളിച്ചിരി വേണ്ട, എൻ തമ്പ്രാൻ വേദനിക്കേണ്ട. വേണ്ട വേണ്ട
ചിരിതേ, നിന്റെ പാട്ട് മനോഹരമായിരിക്കുന്നു. ആ കുഞ്ഞനും ചിരിതയെ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് അവരുടെ വിവാഹം ഒന്ന് നടത്തി കൊടുക്കാം. എന്താ ശങ്കരപ്പിള്ളേ? ശങ്കരപ്പിള്ളേ, എടോ താനിതൊന്നും കേട്ടില്ലേ? നമ്മുടെ കുഞ്ഞനും ചിരിതയും തമ്മിൽ ഇഷ്ടമാണെന്ന്. ആണാ കുഞ്ഞു? നമ്മൾ കാണും സങ്കല്പ ലോകമല്ലീ ഉലകം. ഒന്ന് പോടൂ. ഈ ലോകമെന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കല്പിക്കാൻ മാത്രമുള്ളതാണോ? താനിക്ക് പാടൂ. ശങ്കരപ്പിള്ളേ, ഇവർക്ക് നമുക്കൊരു കുടി വെച്ച് കൊടുക്കണ്ടേ? അത് വേണം. വേണം. എടോ, പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ എന്തിനു പിരിക്കണോടോ? ഒരർത്ഥത്തിൽ ഇത് തന്നെയല്ലേടോ ദൈവസ്നേഹം. കുഞ്ഞാ, നിനക്ക് എന്താന്ന് വെച്ചാൽ ശങ്കരപ്പിള്ളോട് പറഞ്ഞാൽ മതി. ചെല്ലേ. എഴുന്നേക്ക് കുഞ്ഞ. എടാ, എനിക്കറിയാവണം നിന്റെ മനസ്സ്. അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ നാഥനാവോടാ? ഇതാണോ തമ്പ്രാൻ? പണിക്കാരോട്, അതും ഇവറ്റകളോട് ഒന്ന് ചാടുക, രണ്ട് തെറി പറയുക. കഷ്ടം. കുഞ്ഞം പോ. പല തമ്പ്രാക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പണിക്കാരെ സ്വന്തക്കാരെ പോലെ കാണുന്ന ഒരു തമ്പുരാനെ ഈ നാട് കണ്ടിട്ടേ ഇല്ല. സംശയമില്ല. ഇവിടുത്തെ കാര്യസ്ഥനായി എനിക്ക് ഒരു വിലയുമില്ല. പിന്നെ നീ അങ്ങ് ഞൊട്ടും. നീ അരമനോട്ട് വന്നേരെ, ഞാൻ കാണിച്ചു തരാം. അയ്യോ അച്ഛനോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ആദ്യം കാണേണ്ട വ്യക്തിയെ അവസാനം വന്ന് കാണുന്നു. വർക്കിച്ചൻ എന്നെ മനസ്സിലായോ? അതെന്താ അച്ചു, ഞാനും ഈ ഇടവക്കാരൻ തന്നെയല്ലേ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. എന്താണ് അച്ചു, കാര്യം എന്താണെന്ന് അച്ഛൻ പറ. അത് വർക്കിച്ച, എനിക്ക് ആദ്യം വേണ്ടത് വർക്കിച്ചന്റെ ഒരു പിന്തുണയാണ്. അതെപ്പോഴും ഉണ്ടാവും അച്ചു. അച്ഛൻ മടിക്കാതെ കാര്യം ഒന്ന് പറയിച്ചു. ഒരു കാലത്ത് മിഷണറിമാർ വന്ന് ഇവിടെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു, പലരെയും പഠിപ്പിച്ചു. അതിന്റെ പ്രയോജനം ഇന്നാടിനുണ്ടായി. നമ്മൾ അവരെ സ്മരിക്കുകയോ വെറുക്കുകയോ ചെയ്യട്ടെ, അത് പ്രശ്നമേ അല്ല. പക്ഷെ അവർ കത്തിച്ചു വെച്ച വിളക്കിന്റെ പ്രകാശം എല്ലായിടത്തും എത്തിയിട്ടില്ലെന്ന് വർക്കിച്ചനും അറിയാമല്ലോ. അച്ഛൻ വളച്ചു കെട്ടാതെ കാര്യം ഒന്ന് പറയിച്ചു. കൂരിയായിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഇന്നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ ഒരു പള്ളിക്കൂടം അനുവദിച്ചെന്ന്. അതിന് സ്ഥലം വേണമല്ലേ? വർക്കിച്ചൻ വിചാരിച്ചാൽ വേണം. ഈ നാട്ടിൽ, അതും ഈ ഗ്രാമത്തിൽ ഒരു പള്ളിക്കൂടം വരുന്നത് വലിയൊരു കാര്യമാണ്. എനിക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട് അച്ചു. അതെന്താണ്? ആ പള്ളിക്കൂടം പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാകണം. ഈ നാട്ടിൽ നിങ്ങളൊക്കെ പറയുന്ന താണജാതിക്കാരനും ഉയർന്നവനും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന പള്ളിക്കൂടമാകണം. അങ്ങനെയുള്ള പള്ളിക്കൂടത്തിന് ഞാൻ സ്ഥലം തരാം. അച്ഛന്റെ മുഖം എന്നാ വല്ലാതായത്? വർക്കിച്ചൻ പറഞ്ഞത് കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇടവകയിലെ കുഞ്ഞാറുകൾ അതിന് സമ്മതിക്കുമോ വർക്കിച്ച? അത് ആദ്യ കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ കർത്താവിന് എന്താ അയിത്തമുണ്ടോ? ഇല്ല അച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ കൂടെ വരുവാൻ ക്ഷണിച്ച കർത്താവിന്റെ അനുയായികളല്ലേ നമ്മൾ. അച്ഛൻ എന്തായാലും ഉറച്ച ഒരു തീരുമാനം എടുക്കുക. പള്ളിക്കൂടം വെക്കാനുള്ള സ്ഥലം ഞാൻ തരാം. അത് മാത്രം പോരാ, പിന്നെ വർക്കിച്ചൻ എന്റെ കൂടെ ഉണ്ടാവും. അച്ചോ, ഈ പ്രദേശത്തെ എല്ലാ ജന്മികളും മോശക്കാരല്ല, എല്ലാ തൊഴിലാളികളും നല്ലവരുമല്ല. കുറച്ചു പേരൊക്കെ ഉണ്ട് അച്ചു, നാടിന് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ. ജാതിയും മതവും നോക്കാതെ അവരെ ചേർത്ത് പിടിക്കുക. ഞാനും എന്നെ പോലുള്ളവരും അച്ഛന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. മതി വർക്കിച്ച, എനിക്ക് ഈ ബലം മതി. ശങ്കരപ്പിള്ളേ, താനിക്ക് വന്നേ.
ഇതെന്തിനാണെന്ന് അറിയാമോളൂ? ഇല്ലേ ഇല്ലേ. ഇത് തന്റെ ഒളിഞ്ഞു നോട്ടത്തിനും ചെവി വട്ടം പിടിക്കലുമാ. ആട്ടെ, താൻ എന്തൊക്കെ കേട്ടു? അത് ഈ ഏതാണ്ട് ഈ ധ്യാനമോ കുർബാനയോ സ്തുതിയോ അല്ലല്ല ഞാൻ കേട്ടു. ഈ സ്ഥലം അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അത് വേണം? വേണം ശങ്കരപ്പിള്ളേ. ഈ കാണുന്ന ഭൂമി മുഴുവൻ നമുക്കെതിരാണ്. എന്റെ പിതാവ് എനിക്ക് നൽകിയതാണ്. അതോടൊപ്പം ഞാൻ കുറച്ചൊക്കെ കൂട്ടിച്ചേർത്തു. അത് തനിക്ക് അറിവുള്ള കാര്യമാണല്ലോ. ഒരു കാര്യം താൻ മനസ്സിലാക്കുക, ഒരു ജന്മിക്കും തലമുറകളോളം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് പ്രകൃതി നിയമമാണ്. നിൽക്കട്ടെ, ആ പള്ളിയുടെ അടുത്തുള്ള സ്ഥലമുണ്ടല്ലോ, അത് നമുക്ക് പള്ളിക്കൂടത്തിലേക്ക് വിട്ടുകൊടുക്കാം. എന്താ? ആ സ്ഥലം തന്നെ വേണോ? വേണമെടും. പൂജയ്ക്ക് എടുക്കാത്ത പൂക്കൾ അർച്ചനയ്ക്കായി നൽകുമോ? നല്ല ഫലങ്ങളായിരിക്കണം നേർച്ചയ്ക്ക് നൽകേണ്ടത്. തന്നെ ഞാൻ ഉപദേശിക്കുകയല്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടുന്ന് വന്നെന്നോ എവിടേക്ക് പോയെന്നോ ശങ്കരപ്പിള്ളയ്ക്ക് അറിയാമോളൂ. ആർക്കും പിടികൊടുക്കാത്ത ഒരു ജന്മം, ഒരു ജന്മി. വേണ്ടോ അച്ഛനെന്നെ തടയണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പറഞ്ഞോളാം. എടോ ശങ്കരപ്പിള്ളേ, വിളിക്കണോ തന്റെ തമ്പുരാനെ? വിളിക്കാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വർക്കിച്ചിനോട് ഞാൻ സംസാരിക്കാം. ഓ, അച്ഛനൊന്ന് വെറുതെ ഇരിക്കെ. ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. അല്ല, ഇയാളാരാ? പുതിയ ഗാന്ധിയോ? ആ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കും. ആരാടാ അവിടെ? നീയായിരുന്നു? അതെ, പണവും പ്രതാപവും ഇല്ലെങ്കിലും ഞങ്ങൾ നല്ല തറവാടിത്തമുള്ള ക്രിസ്ത്യാനികളാ. കണ്ട പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഞങ്ങളുടെ പിള്ളേരെ കിട്ടില്ല. അതിന് നിന്റെ സമ്മതം അതാർക്ക് വേണവടാ? അച്ഛൻ ചോദിച്ചോ? നീ ചോദിച്ചോടാ? പിന്നെ നിനക്ക് വർക്കിച്ചാന്റെ ഒരു ഭാവമേ അറിയൂ. ചുട്ടുകളയും നിന്നെ ഞാൻ. നിനക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനൊന്നും ജോലിച്ചാ മതിയടാ. കാരിരുമ്പിന്റെ കരുത്തുള്ള എന്റെ തൊഴിലാളികൾ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. അതെ, ഇറങ്ങി പോടാ പുറത്തെ. ഇറങ്ങി പോടാ. അച്ഛനെന്താ ഭയന്നു പോയോ? ശങ്കരപ്പിള്ളേ, ആ വസ്തുവിന്റെ ആധാരം എടുക്ക്. അതിങ്ങെടുക്കാൻ ഒന്നുമില്ലച്ചു. ഇവനെയൊക്കെ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം. ഇവൻ വെറുതെ അത്താഴം മുടക്കി. ശരിക്കുള്ള റൗഡികളെ അവൻ കണ്ടിട്ടില്ല. കൊണ്ടുപോകൂ. അച്ഛോ, ഇതിരിക്കട്ടെ. അച്ഛൻ ഉറച്ച വിശ്വാസത്തിലും ധൈര്യത്തിലും മുന്നോട്ട് പോവുക. ഞാനും എന്റെ ഇടവകയിലെ എല്ലാ ജനങ്ങളും അച്ഛന്റെ കൂടെ ഉണ്ടാവും. വർക്കിച്ച, നിങ്ങളാണോ ഒരു നല്ല മനുഷ്യൻ? കൊന്നാലും ഞാൻ പറയും ഇതൊന്നും വേണ്ടിയിരുന്നില്ല. തന്നെ കൊന്നാൽ പുതിയൊരു കാര്യസ്ഥനെ ഞാൻ അന്വേഷിക്കേണ്ടി വരില്ലേ? അത് വേണ്ടി വരും. അങ്ങനെ തോമാച്ചനെ അങ്ങൊന്ന് സൂക്ഷിക്കണം. ഇടവകയിലെ ക്രിസ്ത്യാനികൾ കുറച്ചുപേർ അയാൾക്കൊപ്പം ഉണ്ട്. ഉണ്ടാകട്ടുള്ളൂ. അവരെ ക്രിസ്ത്യാനികളെന്ന് ഞാൻ വിളിക്കില്ല. ശങ്കരപ്പിള്ളി, ആരാടോ ക്രിസ്ത്യാനികൾ? അത് ഈ വെന്റിങ് ഇട്ട് ഇങ്ങനെ ഈ കുരിശ് വരയ്ക്കുന്ന. എടോ, തുറന്നു സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, ആർക്ക് വേണ്ടി ആവോളം അധ്വാനിക്കാനുള്ള ആഗ്രഹം, അതാണോ ഒരുവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. വെന്തിക ഇട്ടത് കൊണ്ടും കുരിശ് വരച്ചത് കൊണ്ടും ആരും ക്രിസ്ത്യാനിയൊന്നും ആകത്തില്ലടും. എടോ, അതാണോ ഞാൻ മുമ്പ് പറഞ്ഞത് താനും തോമാച്ചനും ഒന്നും ക്രിസ്ത്യാനിയല്ല എന്ന്? എടോ ശങ്കരപ്പിള്ളി, തന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? ഒരു തമാശ പറഞ്ഞാലും താനൊന്ന് ചിരിക്കണോ? എടോ, ഒന്ന് ചിരിക്കണോ?
എന്താടു താൻ ഓർമ്മയിൽ അങ്ങനെ നീന്തുകയാണല്ലേ? ഒന്നും അങ്ങോട്ട് മറക്കാനാകുന്നില്ല തമ്പ്ര. എനിക്കറിയാം, കുഞ്ഞൻ പറഞ്ഞ കഥകൾക്ക് പിന്നാലെയല്ലേ നീ. തമ്പുരാൻ എന്റെ മുഖത്ത് നോക്കി പറയാമോ അവയെല്ലാം കഥകളാണെന്ന്, വെറും നിറം പിടിപ്പിച്ച കെട്ടുകഥകളാണെന്ന്? അല്ലായിരിക്കാം. പൂർവകാലങ്ങളുടെ സൗന്ദര്യത്തേരിൽ കയറിയിരുന്നു കൊണ്ട് വർത്തമാനകാലത്തെ യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടാണിടും. എന്താണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല, അത് കാലം വിധിക്കട്ടെ. വെട്ടിപ്പിടിച്ചും ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കിയും അന്യാധീനമായി തീർന്ന ഈ പാടശേഖരങ്ങൾ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം തമ്പ്ര? അറിവും തിരിച്ചറിവും രണ്ടാണ് കാർത്തികേയ. ആ, നീ അകത്തേക്ക് വരുന്നില്ല? ഇപ്പോഴില്ല. ഞാൻ ഇവിടെ പാതി നികന്ന് വിണ്ടു കയറി ഈ പാടത്തിന്റെ അരികെ ചേർന്ന് ഇത്തിരി നേരം കൂടെ ഒന്ന് ഇരുന്നോട്ടെ തമ്പ്ര. ഇടോ ശങ്കരപ്പിള്ളേ, ഓ താൻ എത്ര കാലമായിടോ എന്റെ കാര്യസ്ഥനായിട്ട്? അത് ചിങ്ങം പിറന്ന വാ വരുമ്പോ 10 ആണ്ട്. എന്റെ 10 വർഷം പോയി കിട്ടി. വിധി വിധി. എടോ തനിക്ക് ഇതുവരെയും എന്നെ മനസ്സിലാക്കാനായില്ലോ. ഓ എടോ പിള്ളച്ചോ, ഓ ആ ചിരിതയും ആ കൊച്ചിനെയും വിളിച്ചേ. ഓ എനിക്കിരുന്നേ ആ കൊച്ചനെ വിളിക്കുന്നു. വാടി, തമ്പ്രാൻ വിളിക്കുന്നു. ചിരിതേ, കുഞ്ഞനെന്തേ? ഒരു മേക്കാച്ചിലാമ്പ്ര. അവനോടെ സൂക്ഷിക്കാൻ പറയണം കേട്ടോ. ആ ഉവ്വാമ്പ്ര. ചിരിതേ, ഇവന്റെ പേരെന്താടി? അയ്യോ അറിയില്ലേ, ഇവനെങ്ങനെ കാത്തു. ഇവന്റെ തോന്നിവാസങ്ങളെ കുറിച്ചും അനുസരണങ്ങളെ കുറിച്ചും പല വട്ടം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്. ആ എന്നിട്ട് 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 എന്താവാൻ? അവൻ കുട്ടിയല്ലേ അമ്പ്ര. അല്ല ചിരിതേ, ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ ശങ്കരപ്പിള്ളയ്ക്ക് കുട്ടികളെ പോലെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന്. എടോ, ഏത് പ്രായത്തിലും കുട്ടിയായി മാറാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും താൻ ഞാൻ ചിരിത വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല തമ്പ്ര, കാത്തു. ഹേയ് കാത്തു, അവനെ നമുക്ക് പള്ളിക്കൂടത്തിൽ ചേർക്കണം. അവൻ നമ്മൾ വളർന്ന പള്ളിക്കൂടത്തിൽ തന്നെ പഠിക്കണം. പള്ളിക്കൂടത്തിലെ 1ാമത്തെ പേര് എന്റെ കുഞ്ഞന്റെ മകനാണ്. യ്യോ, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തമ്പ്ര, എടോ പിള്ളേച്ചു, ഓ എന്റെ തീരുമാനം ശരിയല്ലേടോ? ഓ ഇവിടുത്തെ കാര്യസ്ഥനായത് പിന്നെ ശരി ഏതാ തെറ്റേതാ എന്നൊന്നും ഈ പാവം ശങ്കരപ്പിള്ളയ്ക്ക് അറിയില്ലേ. കാത്തുവേ, നീ വന്നടാ. കാത്തു. നീ അവനെ തടയണ്ട, വെറുതെ വിളിച്ചിരുന്നേ. എടോ ശങ്കരപ്പിള്ളേ, ഓ ഇവനെ നമുക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുന്നു? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. എനിക്ക് ഈ പടം വെച്ച മാല തരുവോ? കാത്തു. കാർത്തികേയ, ഇത് കളയരുത്, സൂക്ഷിക്കണം കേട്ടോ. ഇല്ല, ഇതാർക്കും ഞാൻ തരൂല. കാത്തു, അവിടെ നിൽക്ക്. അങ്ങും ഇത് എന്താ കാണിക്കുന്നത്? അങ്ങും നിന്റെ ദൈവവിശ്വാസത്തിന്റെ രേഖയല്ലേ ഇത്? അത് ഊരിക്കൊടുക്കുക. അതും ബാക്കിയോട് പറയടോ. എടോ, ആ വെന്തിങ്ങ എന്റെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാൾ നന്ന് അവന്റെ കഴുത്തിൽ കിടക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ കൊന്തയൂരി എന്റെ കഴുത്തിലിട്ട് തന്നു. അന്ന് ഞാൻ അനുഭവിച്ച ഉത്സാഹം, ആഹ്ലാദം പിന്നെ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ പുണ്യചരിതനായ മനുഷ്യന്റെ നിത്യനൂതനമായ പ്രകാശമായിരിക്കും എന്നെ ഒരു മനുഷ്യനാക്കി നിലനിർത്തുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും ശങ്കരപ്പിള്ളയ്ക്ക് അത് മനസ്സിലാകണമെന്നില്ലടോ. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവസ്നേഹം എന്തെന്ന് താൻ തിരിച്ചറിയുന്നത്. താനേ 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 നേരം പുലർന്നടി പെണ്ണേ, നേരം പുലർന്നടി പെണ്ണേ,
മനസ്സിത് തളരുമ്പോൾ നീ എന്റെ തോളത്ത് ചാരി ചാരി നിക്കില്ലേ പെണ്ണേ, നിക്കില്ലേ പെണ്ണേ, ചാരി ചാരി നിക്കില്ലേ പെണ്ണേ. ചുരിതയല്ല മനുഷ്യ, ചിരിത. രാവിലെ തന്നെ നിങ്ങളുടെ ബോധം പോയോ? ഓ ജിരിതേ, ആ, രാവിലെ എന്താ മനുഷ്യ ഒരു പാട്ട് കുത്തു? എന്റെ സാധാരണ നിനക്ക് മനസ്സിലാകത്തില്ലടി. എവിടെ നമ്മുടെ കാത്തു? ആ കുളിക്കാന്ന്. ഇന്നലെ രാത്രി പല വട്ടം അവൻ ചോദിച്ചു, നേരം വെളുത്തോ വെളുത്തോന്ന്. അവൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അവന് കിട്ടിയത് വലിയ ഭാഗ്യമല്ലേ. അവൻ ഇന്ന് പള്ളിക്കൂടത്തിൽ പോകും, അത്തരം പഠിക്കും. നമ്മുടെ മകൻ പഠിച്ചു പഠിച്ചു വളർന്നു വലിയ വലിയതാവും. അവന് നീ ചൊല്ലിക്കൊടുക്കണേ, തമ്പുരാൻ ആരാന്ന് നീ പറഞ്ഞു കൊടുക്കണം. ആ, എന്താ നീ ഒന്നും മിണ്ടാത്ത? ചിരിത് നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. എന്താടി പെണ്ണെ കാര്യം അങ്ങോട്ട് പറ. ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ലെന്ന് നീ കള്ളം പറയുക. നമ്മുടെ കാത്തു എന്തിയെ വന്നല്ലോ അച്ഛയുടെ ചക്കരക്കുട്ടൻ. മോനെ നീ പ്രാർത്ഥിച്ചോളാ. ആ, എന്താ നീ പ്രാർത്ഥിച്ച? രക്ഷിക്കണേന. അത് മതിയടാ. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. നീ എന്താന്ന് വെച്ച പറ. നിനക്കൊരു സന്തോഷവും ഇല്ല. മാത്രമല്ല എന്തോ എന്തോ വല്ലാത്ത ഒരു വേദന നിന്റെ മനസ്സിലുണ്ട്. എന്താണെങ്കിലും ഒന്ന് പറയടി വേണ്ടേ. എന്നെ കുഞ്ഞിനെങ്കിലും ചെയ്യാവില്ല. പഠിച്ചില്ലെങ്കിലും സാരമില്ല. എന്റെ കുഞ്ഞിനെനിക്ക് കണ്ടോണ്ടിരിക്കാലോ. കുഞ്ഞ നിന്നോടിത് ആരാ പറഞ്ഞേ? നമ്മുടെ അപ്പുറത്തെ കാളിയ തമ്പുരാനും പള്ളിയിലച്ഛനും ഇപ്പോൾ കൂടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ കുഞ്ഞ? നീ പറഞ്ഞത് സത്യമാണോ? സത്യമാണോ? ഇത് സത്യമാണെങ്കിൽ വെച്ചേക്കട്ടില്ല ഞാൻ. നീ വാ, നമുക്ക് പോയി ചോദിക്കാം. നീ വായി. വർക്കിച്ച കുഞ്ഞിനിവിടെ വന്നോ? അച്ഛൻ അവന്റെ കുടിൽ ചെന്ന് അന്വേഷിച്ചു. വർക്കിച്ച തോമാച്ചനെ പോലീസുകാർ കൊണ്ടുപോയി. കുഞ്ഞിനെ കാണാനുമില്ല. അച്ഛോ, കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും നല്ലതാണ്. പക്ഷേ കൂട്ടം തെറ്റിയ കുഞ്ഞാട് ഒരു സമൂഹത്തിന് തന്നെ നാശമാണെങ്കിലോ? അതെ, വക്കച്ചന്റെ ഭവനഭേദനം നടത്തി, വധശ്രമം നടത്തി എന്നൊക്കെയാണോ കേസ്? അതെ, കേസ് കൊടുത്തത് ഞാനാണ്, സാക്ഷി കുഞ്ഞനും. അച്ഛാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, തോമാച്ചൻ എന്തിന്റെ പേരിലാണ് കുഞ്ഞിനെ അടിച്ചത്? ആ അടി കൊണ്ടതേ എനിക്കാണ് അച്ചോ. പൂർവികരുടെ വഴിയിൽ നിന്നും മാറി ചിന്തിച്ചവരാണ് ഈ വർക്കിച്ചാൻ. എല്ലാ ജന്മികളെയും ഒരേ മുഖത്തിൽ കെട്ടാനാണ് ഭാവമെങ്കിൽ രാജ്യം ഇറങ്ങു വച്ചു. പൂർവികർ എണ്ണയിട്ട് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആയുധങ്ങളുമായി. എന്റെ വർക്കിച്ച തോമാച്ചനെ കൊണ്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. എന്നാ പോരെ? അച്ചോ, എന്നും തല്ലുകൊള്ളുന്ന ഒരു ചെണ്ടയാകാൻ ഇനിയും ഈ ജനതയെ കിട്ടില്ല. ചെറിയവനെ വലിയവൻ തല്ലിയാൽ അനുരഞ്ജനം.
ഇവിടെ ശങ്കരപ്പിള്ളേ, ഓ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നേ. ആ അല്ല, തനിക്ക് കുഞ്ഞിനോടുള്ള വെറുപ്പും അകൽച്ചയൊക്കെ മാറിയോളൂ. അമ്മേ, ഇനി ഞാൻ ഇന്നുവരെ അങ്ങേ വിളിക്കാതിരുന്ന ഒരു പേര് വിളിച്ചോട്ടെ. എന്നാടാ? തമ്പുരാനെ. തമ്പുരാനെ, അങ്ങാണ് യഥാർത്ഥ നാഥൻ, ഞങ്ങളുടെ പൊന്നു തമ്പുരാൻ. എന്നാണ് ഇതൊക്കെ? കുഞ്ഞാ, നീ വന്നേ. എടാ, അടി വാങ്ങിയ നീയാണ്. നിനക്ക് തോമാച്ചിനെ തിരിച്ചു തരല്ലടാ. വേണ്ട തമ്പുറ, തമ്പുറാക്ക് അന്നേ പറഞ്ഞിട്ടില്ല ദൈവത്തിനും ഒരു കണക്ക് മുട്ടകളുണ്ടെന്ന്. അത് മതി തമ്പുറ, അത് മതി. അച്ഛോ, അച്ഛനെ ഞാൻ പഠിപ്പിക്കുകയല്ല, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ അവതാരത്തിനും അറിയില്ലല്ലോ അച്ഛോ അവർ അവതാരങ്ങളാണെന്ന്. ആ അച്ഛൻ പൊക്കോളൂ, എല്ലാം ശരിയാവും അച്ഛോ. എടോ ശങ്കരപ്പിള്ളേ, ഓ താൻ ഇനി എന്നെ തമ്പരാനെന്നും അങ്ങുന്ന എന്നും ഒന്നും വിളിക്കണ്ട. പിന്നെ മധുരമായി വർക്കിച്ചായ എന്നൊന്ന് നീട്ടി വിളിച്ചു. ഒന്നും വിളിക്കണോ? വർക്കിച്ചായ. വർക്കിച്ചായ. കാർത്തികേയ, സമയമേറെയായി. വർക്കിച്ചന്റെ വീട്ടിൽ വന്നിട്ട് പട്ടിണിയായി എന്ന് കരുതേണ്ട. ത്രേസ്യ കൊച്ച് എല്ലാം ശരിയാക്കി വെച്ചിരിക്കുക. നീ അകത്തേക്ക് വാ. അതങ്ങനെയാണ് തമ്പ്ര. ചില കാര്യങ്ങൾ ചിതറെടുപ്പിനെയും അതിജീവിക്കും. എന്താണോ ഈ നാടും നാട്ടുകാരും തന്നെ അങ്ങ് പിടിച്ചിരുത്തുന്നത്? ആട്ടെ, തനിക്ക് ഇവിടെ അങ്ങ് കൂടരുതോ? താൻ ജോലിയൊക്കെ നിർത്തി പോന്നതല്ലേ? തനിക്കാണ് പ്രാരാബ്ദങ്ങളൊന്നുമില്ലത്. ഇല്ല, പക്ഷേ ഈ വെണ്ടി കീറി ഉണങ്ങിയ വയൽവരമ്പത്തിരിക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മ. അതേക്കുറിച്ച് ഓർത്ത് താൻ കരയേണ്ട. കാലം ഓരോ കാലത്തും ഓരോ വികൃതികൾ കാട്ടും. പരിഷ്കാരവും പരിഷ്കരണവുമല്ലേ? ആ പക്ഷെ ഒന്നുണ്ട്, സംരക്ഷിച്ചു വളർത്തിയ പ്രകൃതിയോട് ഓരോരുത്തർക്കും ഓരോ കടപ്പാടുണ്ട്. അത് മറക്കേണ്ട. തമ്പുരാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ എന്റെ കടപ്പാടും കടമകളും ചെയ്തു തീർക്കട്ടെ. അച്ഛൻ അങ്ങയുടെ കുഞ്ഞൻ മരിച്ചു കഴിഞ്ഞ് അങ്ങേ കരവുള്ളതുപോലെ ഞാനും അമ്മയും അമ്മയുടെ ബന്ധുവിന്റെ അടുത്തേക്ക് താമസം മാറി. പിന്നെ അതിർത്തി കാക്കാൻ പട്ടാളത്തിൽ. സ്വന്തം കഴിവും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് വാങ്ങുന്നു. ഇത് തമ്പുരാൻ ഓർക്കുന്നുണ്ടോ? ഇതേറെ പഴകി, ഇപ്പോൾ പൊട്ടാവുന്ന പരുവത്തിലുമാണ്. പക്ഷേ എന്റെ ഓർമ്മകൾക്ക് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല. തമ്പ്ര വിശ്വാസം കൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോബിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാണ് ഞാൻ. അങ്ങയുടെ ഈ കാത്തു എന്റെ മനസ്സ് പറയുന്നു, അങ്ങയുടെ പ്രവാസകാലം കഴിഞ്ഞു. നമ്മുടെ പാടങ്ങൾ ഇനിയും പച്ചപ്പട്ട് വിരിക്കും. നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കും. ലാഭനഷ്ടങ്ങൾക്കും അപ്പുറം എന്റെ തമ്പുരാൻ സൃഷ്ടിച്ചെടുത്ത മഹത്തായ ഒരു സംസ്കാരമുണ്ട്. ഒരു ക്രൈസ്തവൻ എങ്ങനെ ആയിരിക്കണം എന്ന് കാട്ടിത്തന്ന ഒരു സംസ്കാരം. തമ്പ്ര, അങ്ങ് തളരരുത്. എന്റെ തമ്പുരാൻ തളരരുത്. അങ്ങ് തളർന്നാൽ തകർന്നു പോകുന്നത് ആ സംസ്കാരമായിരിക്കും. അതിന്റെ കീഴിൽ വളർച്ച പ്രാപിച്ച ഒരു അധസ്ഥിത ജനതയായിരിക്കും.
അങ്ങ് വരച്ചിട്ടൊരു സംസ്കാരമുണ്ട്. ശത്രുവിനെ പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ക്രൈസ്തവ സംസ്കൃതിയുണ്ട്. രാജ്യം കാത്ത കാർത്തികേയന് അവന്റെ തമ്പുരാനെ കാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തോറ്റുപോകുന്നത് ഒരു ജനതയുടെ ആശയം അഭിലാഷവുമായിരിക്കും. കാർത്തികേയ, എന്റെ കാത്തു